ധാന്യങ്ങൾ മുളപ്പിച്ചത് വേവിച്ചിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്ര ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. തരി ഇട്ട് കൊടുത്താൽ ഇനി കുറച്ച് പാലൊഴിക്കാം. ഒരു ഗ്ലാസ് പാലൊഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ ചിലപ്പോൾ കഴിച്ചില്ല എന്ന് വരും, അതുകൊണ്ട് കയ്പുണ്ടാവുകയെ ഉലുവ ഉള്ള കാരണം കുറച്ച് ഓട്സ് 2 ടീസ്പൂൺ. നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പാലൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വയ്ക്കാം. നമുക്ക് നെയ്യ് വറുക്കാം കേട്ടോ. നെയ്യിൽ അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ലേശം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നല്ലോണം വറവാവട്ടെ. നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരിയും 2 ഏലക്കൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നത്. മുന്തിരി വറവായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 ചെറിയ പഴം ആയിരുന്നു തന്നെ ഇട്ട് ഒന്ന് വഴറ്റിയത്. നല്ല പോലെ വഴന്ന് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. അതിലിട്ടാ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ശർക്കര നീര് കുറച്ച് ശർക്കര പൊടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഓവർ മധുരം വേണ്ടെന്ന് വെച്ചിട്ട്. നമ്മുടെ പഴം ഒക്കെ നല്ല പോലെ വഴന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഗ്ലാസ് ഉള്ളൂ. സ്റ്റൗ ഓഫ് ആക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വേവിച്ച് വെച്ച് പാലിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ശർക്കര പൗഡർ ഇട്ട് കൊടുക്കും. നല്ലപോലെ ഇളക്കുക.
മധുരം നോക്കിയിട്ട് പിന്നെ സേമിയ പോലെയുണ്ട് മുളപ്പിച്ചോ. അപ്പോൾ നമുക്ക് പാത്രത്തിൽ പകർത്തട്ടെ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തുളസിയില നല്ലതാണ് കഴിക്കുന്നത് കേട്ടോ. മഴക്കാലത്ത് ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ധാന്യങ്ങൾ മുളപ്പിച്ചിട്ട് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.